ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഒറേസോ ഐബിസ് റൈഡിംഗ് ബൂട്ട്സ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് വരുന്നത് അറൗണ്ട് 6000 രൂപയാണ്. ഇത് 2023 സ്റ്റോക്ക് ആയതുകൊണ്ട് ഞാനിതൊരു 5000 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഇത് തുറന്ന് ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ഒരു ബൂട്ടിൻ്റെ വെയിറ്റ് വരുന്നത് അറൗണ്ട് 850 grams ആണ്. അതുകൊണ്ട് തന്നെ അത് യൂസ് ചെയ്യുമ്പോൾ ആ വെയിറ്റ് നമുക്ക് ഫീൽ ആവും. ഇതിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഈ ഒരു ബോക്സിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊരു വാട്ടർ റെസിസ്റ്റൻറ്റ് ബൂട്ടാണ്. ഇതൊരു വാട്ടർ പ്രൂഫ് അല്ല, അതുകൊണ്ട് തന്നെ മഴയത്ത് യൂസ് ചെയ്യാം. പക്ഷേ വെള്ളത്തിലിടുകയാണെങ്കിൽ വെള്ളമകത്ത് കിടക്കുന്നതായിരിക്കും. ഇതിൻ്റെ താഴെയായിട്ട് ഒരു ഒറേസോ ബാഡ്ജിങ് ഉള്ള ഒരു വെൽക്രോ സ്ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മേലെയും 2 വെൽക്രോ സ്ട്രാപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് ടൈറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു സിന്തറ്റിക് ലെതർ ടൈപ്പാണ്. ഇതിൻ്റെ സോള് വരുന്നത് അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ള നല്ല ഗ്രിപ്പൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നൊരു സോളാണ്. അതുകൊണ്ട് തന്നെ ഇത് മഴയത്തൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് സ്ലിപ്പാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഈ ഒരു ബൂട്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു 2000 കിലോമീറ്ററോളം യൂസ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു റിവ്യൂ ചെയ്യുന്നത്. ഇത് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബൂട്ട് തന്നെയാണ്. ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് കാലിലധികം പെയിനൊന്നും വരുന്നതല്ല. ഇതിൻ്റെ ടോപ്പിലായിട്ട് ഇതിനകത്ത് അത്യാവശ്യം നല്ലൊരു സ്പോഞ്ചി ആയിട്ടൊരു മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ് ലോങ് ഒക്കെ പോകുന്ന സമയത്ത്. അതുപോലെ തന്നെ ഇത് ആക്സിഡൻറ്റ് ടൈമിൽ നമുക്ക് കാലിന് വരാവുന്ന ഇമ്പാക്റ്റും കുറയ്ക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഒറേസോ ബാഡ്ജിങ് വരുന്ന കാലിൻ്റെ ആംഗിൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു റബ്ബർ സ്ലൈഡർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡായിട്ട് രാത്രി വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു വൈറ്റ് റിഫ്ലക്റ്റിംഗ് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പിന്നെ ഒരു സ്റ്റീൽ ടോ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ആക്സിഡൻറ്റ് ടൈമിൽ വിരലുകൾക്ക് വരുന്ന ഇമ്പാക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്തായിട്ട് ഒരു സ്റ്റീൽ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യം യൂസ് ചെയ്യുന്ന സമയത്ത് ആ ബെൻഡാവുന്ന പോർഷനിലൊക്കെ ആ മെറ്റീരിയലിന് ഒരു ഫ്ലെക്സിബിലിറ്റി വരുന്നത് വരെ നടക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നീട് അത് ശരിയാവുന്നതായിരിക്കും. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടി പെട്ടെന്ന് ബെൻഡാവുന്ന എന്നാൽ വെള്ളവും കിടക്കാത്ത ഒരു സ്റ്റിച്ചിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ബൂട്ട് യൂസ് ചെയ്ത് ഗിയർ ഷിഫ്റ്റിങ്ങും അതുപോലെ തന്നെ ബ്രേക്കിങ്ങും ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ഒരു ബൂട്ടിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്ത് ഗിയർ ഡൗൺ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ലെങ്കിലും ഗിയർ അപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ച് എഫേർട്ട് ഇടേണ്ട ആവശ്യമുണ്ട്. ഇത് ഇനീഷ്യലി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പിന്നീട് അത് യൂസ് ചെയ്യുന്നതോളം അത് ഓക്കെ ആയിക്കോളും. ഈ ഒരു ബൂട്ടിൻ്റെ സോൾ അത്യാവശ്യം നല്ല കട്ടിയുള്ളതുകൊണ്ട് തന്നെ ഇതിട്ടിട്ട് ബ്രേക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എത്രത്തോളം ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു ഫീലൊന്നും നമുക്ക് ആദ്യം മനസ്സിലാവുന്നതല്ല. പിന്നീട് അത് ഉപയോഗിക്കും തോറും അത് യൂസ് ടു ആയിക്കോളും. അപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ ഇതൊരു 5500 to 6000 റേഞ്ചിനകത്ത് വരുന്ന അത്യാവശ്യം നല്ലൊരു പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബൂട്ട് തന്നെയാണ്. ഇതിൻ്റെ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഫുൾ ലെങ്ത് ബൂട്ട് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് എയർ സർക്കുലേഷൻ ഒട്ടും കിട്ടാത്തതുകൊണ്ട് നമ്മുടെ കാല് നല്ലോണം സ്വെറ്റ് ആവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ബൂട്ടിൽ വാട്ടർ പ്രൂഫിംഗ് ഇല്ലാത്തതുകൊണ്ട് മഴയത്ത് റെയിൻകോട്ടൊക്കെ ഇട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് വെള്ളം കിടക്കില്ല എങ്കിലും നമ്മൾ വെള്ളമുള്ള ഭാഗത്ത് ഈ ഒരു ബൂട്ട് യൂസ് ചെയ്ത് നടക്കുമ്പോൾ ഈ ഒരു ബൂട്ടിനകത്ത് വെള്ളം കിടക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.